നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് സെക്രട്ടറി ടി.ഒ. സൂരജ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തി. സൂരജിൻ്റെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൻ്റെ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. കേരളത്തിനകത്തും പുറത്തുമായി വലിയ തോതിൽ ടി.ഒ. സൂരജ് നിക്ഷേപങ്ങൾ നടത്തിയതായി വിജിലൻസിന് വ്യക്തമായി. 1,83,00,000 രൂപയുടെ അനധികൃത സ്വത്ത് ടി.ഒ. സൂരജ് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി.ഒ. സൂരജിന് 1,83,00,000 രൂപയുടെ അനധികൃത സ്വത്തുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂരജിനെതിരെ തൃശൂർ വിജിലൻസ് കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ടും സമർപ്പിച്ചു. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും വിജിലൻസ് സംഘം പരിശോധന തുടങ്ങിയത്. സൂരജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും 23 ലക്ഷം രൂപ കണ്ടെടുത്തു. പണം മറ്റാവശ്യത്തിനായി മാറ്റിവെച്ചതാണെന്നും രേഖകൾ ഹാജരാക്കാമെന്നും സൂരജ് മൊഴി നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ സൂരജിന്റെ ഓഫീസിൽ നിന്നും 46 സുപ്രധാന രേഖകൾ വിജിലൻസ് ലഭിച്ചു. സ്വത്ത് വിവരം സംബന്ധിച്ചും അനധികൃത ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ രേഖകളിലുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. കേരളത്തിലും കോയമ്പത്തൂരുമായി 7 ഫ്ളാറ്റുകൾ സൂരജിന്റെയും അടുത്ത ബന്ധുക്കളുടെയും പേരിലുണ്ട്. ഇതെല്ലാം സർക്കാരിനെ അറിയിക്കാതെ സമ്പാദിച്ചവയാണ്. കൂടാതെ വൻ നിക്ഷേപം നടത്തിയതിന്റെ രേഖകൾ കൊച്ചിയിലെ വീട്ടിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്തു. എറണാകുളത്ത് അടുത്തിടെ ടി.ഒ. സൂരജ് ഭാര്യയുടെ പേരിൽ ഭൂമി വാങ്ങിയതിന്റെ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് വലിയ വീട് നിർമ്മിക്കാൻ ടി.ഒ. സൂരജ് പദ്ധതിയിട്ടെങ്കിലും തീരപരിപാലന അതോറിറ്റി അനുമതി നൽകിയില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും സ്വത്ത് സമ്പാദിച്ചതെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ടി.ഒ. സൂരജിന്റെ മൊത്തം ആസ്തി സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് കോടതിക്ക് കൈമാറും. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലെ 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ.എൻ.എ. ഖാദർ എം.എൽ.എ, ശ്രീ കെ. സുരേന്ദ്രൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ കെ.എൻ.എ. ഖാദർ, ഇത് ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം തെറ്റാണോ? കാരണം പൊതുമരാമത്ത് വകുപ്പിൽ ഒരു സെക്രട്ടറി, അദ്ദേഹം വലിയ തോതിൽ സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നു. ഇത് വകുപ്പ് മന്ത്രിയും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗും ഒന്നും അറിഞ്ഞില്ലേ? അത്ഭുതകരമായൊരു ചോദ്യമാണല്ലോ പ്രകാശ് ചോദിക്കുന്നത്. ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി പണം സമ്പാദിക്കുന്ന വിവരം മുസ്ലിം ലീഗ് മന്ത്രിയും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി പറയാം? മറ്റുള്ള ആളുകൾ പണം ഉണ്ടാക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികളോടൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ സമ്മതത്തോടു കൂടിയാണ് എന്നൊരു നിഗമനം വളരെ തെറ്റായൊരു നിഗമനമാണ്. പ്രകാശ് അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. പ്രകാശ് ചോദിച്ചു തുടങ്ങിയത് സുരേന്ദ്രനോടാണ്. സുരേന്ദ്രനോട് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചതിലൂടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സുരേന്ദ്രനെ ഉപയോഗിക്കണം എന്നൊരു ഉദ്ദേശം പ്രകാശിനുള്ളതുപോലെ എനിക്ക് തോന്നി. അത് ശരിയല്ല. ഇപ്പോൾ ഇവിടെ പരാതി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടുള്ളത് സൂരജിൻ്റെ ഓഫീസിലും സൂരജിൻ്റെ വീട്ടിലുമൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ആ പരിശോധനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരം ഇത്ര സ്വത്തുണ്ട് എന്ന ചെറിയ രേഖകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ആ സമ്പാദിച്ച സ്വത്ത് അനധികൃതമാണോ അധികൃതമായിട്ടാണോ എങ്ങനെയുള്ളതാണ് എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് എന്ന് സങ്കല്പിക്കുവാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ സങ്കല്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് ഇതുപോലുള്ള ശ്രീ കെ. സുരേന്ദ്രൻ, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ താങ്കൾക്ക് അത് കേട്ടോ എന്ന് സംശയമുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? ടി.ഒ. സൂരജ് എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ അനധികൃത സ്വത്ത് സമ്പാദനം മാത്രമാണോ ഇത്? കാരണം പൊതുമരാമത്ത് സെക്രട്ടറിയാണ്, ദീർഘനാൾ മുസ്ലിം ലീഗുമായി പല സമയത്തും ബന്ധപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് സൂരജ് എന്ന ഉദ്യോഗസ്ഥൻ മാത്രം നടത്തിയ ഒരു അനധികൃത സ്വത്ത് സമ്പാദനമായി ചുരുക്കി കാണാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ശ്രീ കെ.എൻ.എ. ഖാദർ പറയുന്നത് പോലെ അത്ര ലഘുവായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല ഇത്. കേരളത്തിലെ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഭരണനിർവഹണ തലത്തിലും നടക്കുന്ന അഴിമതിയുടെ ഒരു ജീർണതയുടെ മുഖമാണിത്. നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെ വലിയ അഴിമതി ആരോപണത്തിന് വിധേയനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥനെ 17 ലക്ഷം രൂപ കോഴ വാങ്ങിയതിന്റെ പേരിൽ അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ പൊതുമരാമത്ത് സെക്രട്ടറി. ഈ പൊതുമരാമത്ത് സെക്രട്ടറി UDFന്റെ രാഷ്ട്രീയ ഉപശാലകളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉപശാലകൾ വൃത്തങ്ങളിൽ വലിയ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ്.
അദ്ദേഹം കോഴിക്കോട് കലക്ടറായതിൽ ആ കാലത്ത് തന്നെ അദ്ദേഹം അതിന്റെ മുദ്ര പതിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം അദ്ദേഹം ടൂറിസത്തിൽ പോയപ്പോഴും ഇൻഡസ്ട്രിയിൽ പോയപ്പോഴും ഇപ്പോൾ പൊതുമരാമത്തിൽ വന്നപ്പോഴും എല്ലാം ഉണ്ട്. പിന്നെ പൊതുമരാമത്ത് വകുപ്പിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു അഴിമതി ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെയും വലിയ ആളാണല്ലോ ഈ സൂരജ്. മുസ്ലിം ലീഗിനെ ഒരിക്കലും ഇടതുപക്ഷം വിമർശിക്കാറില്ലല്ലോ. അവിടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് കരാറുകാരുടെ, ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ഇവിടെ നടക്കുന്ന എല്ലാ പൊതുമരാമത്ത് കരാറുകളും ആ കൺസോർഷ്യത്തിന് നൽകി. മന്ത്രിയുടെ അടുപ്പക്കാർ, പാർട്ടിക്കാർ, ബന്ധുമിത്രാദികൾ ഇവരെല്ലാവരും ചേർന്ന ഒരു കൺസോർഷ്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കരാറും എടുക്കുന്നത്. നാഷണൽ ഹൈവേ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് ലീഗ് പറയുന്നതിന്റെ കാരണം, കേരള ഗവൺമെന്റ് പറയുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അതിവേഗ റെയിൽപാത ഞങ്ങൾ നടത്തിക്കൊള്ളാം, റെയിൽവേ വകുപ്പ് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ അതിവേഗ റെയിൽ കോറിഡോർ ഞങ്ങൾ തന്നെ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുസ്ലിം ലീഗ്. ഇതെല്ലാം കാണിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാർ നടത്തുന്ന അഴിമതി അന്വേഷിക്കാത്തതാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലായിരുന്നു ഈ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നതെങ്കിൽ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇവിടെ ഒരു അന്വേഷണവും ഇല്ലല്ലോ. കെ എം മാണിക്കെതിരെ 1 കോടി രൂപ പരസ്യമായിട്ട് കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഞാൻ കയറ് കെട്ടി ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിട്ടും അന്വേഷിക്കാത്തവരാണ് മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ ഭരണ തലത്തിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അദ്ദേഹം കോഴിക്കോട് കലക്ടറായിരിക്കുമ്പോഴാണ് മാറാട് കൂട്ടക്കൊലയിൽ അദ്ദേഹം സഹായിച്ചതായിട്ട്, തീവ്രവാദികളെ സഹായിച്ചതായിട്ടുള്ള ആരോപണം വന്നത്. 2002 ശേഷമാണ് ഈ പണം മുഴുവൻ അയാൾ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ആ നിലയ്ക്കും ഈ അന്വേഷണം പോകേണ്ടതാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം ബാഹ്യ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾ മലയാളികളായിട്ടുള്ള നാട്ടുകാർക്ക് ഇതിലെല്ലാം വലിയ ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രീ പി സി ജോർജ്, കോയമ്പത്തൂരിൽ ഒരു ഫ്ലാറ്റ്, എറണാകുളത്ത് 6 ഫ്ലാറ്റുകൾ, വലിയ വീടുകൾ, അതുപോലെ തന്നെ 46ഓളം ഇത് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഈ സർക്കാരിന് കീഴിൽ ഈ രീതിയിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യം നോക്കുക, റോഡുകളെല്ലാം കുളമായി കിടക്കുന്നു, ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷേ റിലയൻസിന് കേബിൾ വലിക്കാൻ അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ആ വകുപ്പിനെ കുറിച്ച് ഉയരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ അഴിമതി കേവലം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങനെ നടത്താൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് ആ രീതിയിൽ സ്വത്ത് സമ്പാദനത്തിന് കഴിയുമെങ്കിൽ ആ വകുപ്പ് മന്ത്രിയും ആ വകുപ്പും എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്? പ്രകാശിന്റെ ചോദ്യത്തിനകത്ത് എല്ലാം പോസിറ്റീവായിട്ട് ഉത്തരം പറയണമെങ്കിൽ ഞാൻ വെറും ഒരു അബദ്ധജടിലമായ അഭിപ്രായം പറയേണ്ടി വരും. പ്രകാശ് പറഞ്ഞ കേരളത്തിലെ റോഡുകൾ മുഴുവൻ കുളമായി കിടക്കും. എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു റോഡും കുളമായി കിടക്കുന്നു. യു കം ആൻഡ് സീ. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ റോഡുകളും നന്നാക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിച്ച മന്ത്രിയാണ് ബഹുമാനപ്പെട്ട PWD മന്ത്രി. യാതൊരു സംശയം വേണ്ട. ഈ ഗവൺമെന്റിനെ പറ്റി, അഴിമതിയെ പറ്റി പറയും എന്ത് അവകാശം? നിങ്ങൾ മനസ്സിലാക്കണം, അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള ഒരു IAS ഓഫീസറെ, സീനിയർ IAS ഓഫീസറുടെ വീടും സെക്രട്ടറി ഓഫീസും റെയ്ഡ് ചെയ്യിക്കാൻ തന്റെ ഇടമുള്ള ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? അപ്പൊ അഴിമതിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് അല്ലേ ഇത്? അപ്പൊ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു പറഞ്ഞത് ശരിയാണോ? പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഈ സൂരജ് IAS പറയുന്ന ആള് ഈ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ടുണ്ടാക്കിയ പണമാണെന്നൊന്നും നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഇവിടെ 6 ഫ്ലാറ്റുകളോ 16 ഫ്ലാറ്റുകളോ ഉണ്ടായി കാണും, എനിക്കറിയില്ല. അതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഇതിനു മുമ്പും വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു എൻക്വയറിയാണിത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സൂരജിന്റെ ഓഫീസും അല്ലെങ്കിൽ സൂരജിന്റെ വീടും റെയ്ഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായി വിജിലൻസിന്റെ ഭാഗമായി വിജിലൻസ് ഡയറക്ടറും അതുപോലെ അതിനോടനുബന്ധമായി നടന്ന ഒരു അന്വേഷണമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. വിജിലൻസിന് അധികാരമുണ്ട്, പൂർണ്ണമായ സ്വാതന്ത്ര്യം വിജിലൻസുണ്ട്. അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉത്തരവ് ആവശ്യമില്ല. അതുകൊണ്ട് ഈ അന്വേഷണം എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് എന്താ പ്രകാശം അറിയാമല്ലോ. നിയമപ്രകാരം PWD അല്ലെങ്കിൽ എക്സൈസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായ ഒരു ഉദ്യോഗസ്ഥരെ പറ്റി അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അത് കൺസേൺ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അത് ഫോർവേഡ് ചെയ്ത് ആഭ്യന്തരമന്ത്രി കൊടുക്കുമ്പോൾ മന്ത്രി ഉത്തരവ്, വിജിലൻസ് മന്ത്രി ഉത്തരവിട്ടാണ് ഉണ്ടാകുക. ഇവിടെ അതല്ല. ഇവിടെ PWD മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല. അതിന് കാരണം എന്താ?
നേരത്തെ സൂരജിന് മുമ്പ് നടന്നിരുന്ന അഴിമതി ആരോപണ സംബന്ധമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗം എന്ന നിലയിലുള്ള എൻക്വയറിയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതിന് ശ്രീ പി സി ജോർജ്, അത് താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം ശ്രീ പി സി ജോർജ്. പക്ഷേ പുറത്തു വരുന്ന ചിത്രം എന്താണ്? ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ സെക്രട്ടറി ആയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനം, ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ റിലയൻസിൻ്റെ കേബിൾ വലിച്ചതിന് അതിന് പാട്ടം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപമുയരുന്നത്. അപ്പോൾ ഒരു ഭാഗത്തെ KM മാണി 1 കോടി രൂപ കോഴ വാങ്ങി എന്ന ആരോപണം, അതുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ അന്വേഷണം, വേറൊരു ഭാഗത്ത് വേറൊരു ഘടകകക്ഷി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ആ വകുപ്പിൻ്റെ സെക്രട്ടറി അദ്ദേഹം നടത്തിയിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ മുതൽ ഉദ്യോഗസ്ഥന്മാർ വരെ അഴിമതിക്കാരാണ് എന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? പ്രകാശ്, അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ ഒരു പ്രമുഖ മാധ്യമം എന്തെങ്കിലും ഞാൻ റിപ്പോർട്ടർ ചാനലോട് പറയുന്നത്, അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടത്തിന് 100% പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷെ അത് ജനറലൈസ് ചെയ്തത് ഈ അഴിമതി എന്ന് പറഞ്ഞ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് തോന്നുന്ന രീതിയിൽ പ്രകാശിനെ പോലുള്ള റിപ്പോർട്ടർ ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ, മാനുസാറിന്റെ പേരിൽ ആരോപണമെന്നും ആരോപണത്തിൽ വാദിയില്ല, അല്ലെ തുമ്പില്ല, വാലില്ല, ഒന്നുമില്ല, എന്നിട്ടും ക്വിക്ക് എൻക്വയറി എന്ന് പറഞ്ഞ ഗവൺമെന്റ് അല്ലേ ഞങ്ങളുടെ? വ്യക്തമാണ്, അതിലേക്ക് നമ്മൾ അധികം പോകേണ്ടതില്ല. ശ്രീ കെ എൻ എ ഖാദർ, ഈ കാര്യത്തിൽ ഈ പൊതുമരാമത്ത് സെക്രട്ടറിയെ സംബന്ധിച്ച് അന്വേഷണം വന്നിരിക്കുന്നു, അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ ലഭിച്ചിരിക്കുന്നു, എത്ര കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹം വഴിവിട്ടുണ്ടാക്കിയിരിക്കുന്നു സർക്കാരിനെ അറിയിക്കാതെ എന്ന് വ്യക്തമായിരിക്കുന്നു. ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തുടരാൻ മുസ്ലിം ലീഗ് അനുവദിക്കുമോ? ഇതൊന്നും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല പ്രകാശ്, അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഈ കേരളത്തിൽ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതും അവരുടെ പേരിൽ നടപടിയെടുക്കുന്നതും കേസെടുക്കുന്നതും ശിക്ഷിക്കുന്നതും സ്വാഗതം ചെയ്യുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സൂരജിന് ഇത്ര കണ്ട് സ്വത്തുണ്ട് എന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് അനധികൃതമാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കും. അതുമായിട്ട് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് കേരള സംസ്ഥാനത്തെ ഈ ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മന്ത്രിമാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് കേരളത്തിലെ ഗതാഗത സംവിധാനം ഇത്രയേറെ മെച്ചപ്പെട്ടത്. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട PC ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ പറയുന്നത് മാതിരി കേരളത്തിലെ റോഡ് മുഴുവൻ കുളമായി എന്ന് ഞാൻ കരുതുന്നില്ല. ധാരാളം പാലങ്ങളും റോഡുകളും വികസന പദ്ധതികളും നടപ്പിലാക്കിയ ഒരു നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ പല ഓഫീസർമാരുണ്ട്. എല്ലാ ഓഫീസർമാരുടെ കൂട്ടത്തിലും നല്ലവരും ചീത്തവരും ഉണ്ടാവും. എല്ലാ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലും നല്ലവരും ചീത്തവരും ഉണ്ടാവും. ഒരു പ്രത്യേക വകുപ്പ് ഒരു പാർട്ടി ഭരിക്കുകയാണെന്ന് വിചാരിച്ചാൽ അതിന്റെ കീഴിലുള്ള IAS ഓഫീസർമാരെല്ലാം ആ പാർട്ടിയുടെ മെമ്പർമാരോ ആ പാർട്ടി പറഞ്ഞ അനുസരിക്കുന്നവരോ ആയിരിക്കണമെന്ന സങ്കല്പം തന്നെ തെറ്റാണ്. ഇപ്പോൾ ഇതുപോലെ കേരളത്തിൽ ആകെ അഴിമതിയാണെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ അഴിമതിയാണെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇതിനൊക്കെ എതിരായിട്ടൊരു പരാതി എന്താ കൊടുക്കാതിരുന്നത്? എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിലെ ബഹുമാനപ്പെട്ട വിജിലൻസ് ആൻഡ് ഹോം അഫയേഴ്സിന്റെ വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേര മാതിരിയുള്ള നല്ല പരിപാടികൾ നടപ്പിലാക്കിയ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹം അഴിമതിക്കെതിരായി നടത്തുന്ന കുരിശുയുദ്ധം ഏറ്റവും നല്ലതാണ്, അതിനെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അത് ഒരു രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി നടന്നതാണ്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഈ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിന് അറിയില്ല, അല്ലെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇബ്രാഹിം കുഞ്ഞിന് അറിയില്ല. അദ്ദേഹം അങ്ങനെ സ്വത്ത് സമ്പാദനവുമായി ആ വകുപ്പിൻ്റെ വ്യക്തിപരമായിട്ട് ആ രീതിയിൽ സൂരജ് ചോദിച്ചാൽ പണം കൊടുക്കുകയോ അങ്ങനെ പണം വാങ്ങുകയോ ചെയ്യുന്നല്ലോ. അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ, ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി വഴിയാണല്ലോ ഈ പണം സൂരജിലേക്ക് എത്തുന്നത്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സർക്കാരിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് പകരം നടത്തുന്ന വഴിവിട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്പാദിക്കുന്ന പണം, അത് കേരളത്തിലെ ജനങ്ങളുടെ നഷ്ടമാണ്, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടമാണ് എന്ന് കണക്കാക്കുകയോ മനസ്സിലാക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല എന്നാണോ? അല്ല, ആ നടപടിയാണ് എടുത്തത്. ഈ കേരള മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വകുപ്പ്. ഇബ്രാഹിം കുഞ്ഞിന്റെ വകുപ്പിൽ ഇങ്ങനെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അഴിമതി നടത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിജിലൻസ് വകുപ്പ് ഈ നടപടിയെടുത്തത്.
ആയിരിക്കില്ല, എനിക്കറിഞ്ഞുകൂടാ. വിജിലൻസ് വകുപ്പ് പരിശോധന നടത്തിയത് ഇപ്പോൾ തൽക്കാലം സൂരജിന്റെ ഓഫീസിലാണ്, സൂരജിനെ കുറിച്ചാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വകുപ്പ് സെക്രട്ടറിമാരുടെ വീട്ടിലും പോയി നോക്കിക്കോട്ടെ. എല്ലാ IAS ഓഫീസർമാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവർ ഏത് മന്ത്രിയുടെ കീഴിലുള്ളവരാണെങ്കിലും അവരുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ റെയ്ഡ് നടത്തട്ടെ, ഇതുപോലെ അന്വേഷണം നടത്തട്ടെ. അപ്പോൾ കുറ്റവാളികൾ എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, എത്ര സൂരജുമാരുണ്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ആരുമില്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ആരായാലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. അതിനാരും ന്യായീകരിക്കുന്നില്ല. ഇത് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്നതിന് എന്ത് ന്യായീകരണമുള്ളത്? രാജ്യത്ത് ഉദ്യോഗസ്ഥന്മാരും ശ്രീ കെ സുരേന്ദ്രൻ, ഇത് ഉദ്യോഗസ്ഥൻ മാത്രം നടത്തുന്ന ഒരു അഴിമതി, വകുപ്പ് മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത്തരം ഒരു അന്വേഷണം വിജിലൻസ് നടത്തുന്നത് അതുതന്നെ വലിയ കാര്യമാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ കൂടി ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു ശ്രീ PC ജോർജും ശ്രീ KNA ഖാദറും. അങ്ങനെയാണോ? ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ, അതോ അഴിമതി തുടച്ചു മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന അന്വേഷണമാണോ ഇത്? അല്ല പ്രകാശ്, അങ്ങനെയാണെങ്കിൽ രാഹുൽ ആർ നായർക്കെതിരെ ഇപ്പൊ നടപടി വന്നു വിജിലൻസ്. രാഹുൽ ആർ നായർ പറഞ്ഞിരിക്കുന്നത് എന്റെ 2 മേലുദ്യോഗസ്ഥന്മാര് ശ്രീലേഖയെ കുറിച്ചും അതിനു മുകളിലുള്ള ഒരാളെ കുറിച്ചും അവരും ഈ കോറി തുറക്കാൻ വേണ്ടിയിട്ട് എന്നോട് സമ്മർദ്ദം ചെലുത്തി. വെറുതെ സമ്മർദ്ദം ചെലുത്തില്ലല്ലോ, അവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, സൂരജിനെതിരായിട്ട് ഇപ്പൊ അന്വേഷണം നടത്തിയിരിക്കുന്നത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഏതോ അഴിമതി മൂടി വെക്കാൻ വേണ്ടിയിട്ട്, ഇനി അപ്പുറത്തേക്ക് ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 3-4 ദിവസം നമ്മൾ ചർച്ച ചെയ്യും, ഈ കേസും അവസാനിക്കും. ഇവിടെ KNA ഖാദർ പറഞ്ഞല്ലോ, എത്രയോ സ്കൂൾ മാനേജ്മെന്റുകൾ +2 കോഴ്സുകൾ അനുവദിച്ച് കിട്ടാൻ ലക്ഷക്കണക്കിന് കോഴ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് മന്ത്രിമാർക്ക് കൊടുത്തതായിട്ട് പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി കേരളത്തിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് മുസ്ലിം ലീഗ് തയ്യാറായോ? ഈ ഗവൺമെന്റ് തയ്യാറായോ? കേരളത്തിൽ ഇതുപോലെ +2 കുംഭകോണം നടന്ന ഹൈക്കോടതി വിധിയുടെ ഉത്തരവിനെ നിർലജ്ജം അട്ടിമറിച്ചുകൊണ്ട് +2 കോഴ നടന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ലീഗ് വലിയ സദാചാരത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് അവർ തയ്യാറായിട്ടുണ്ടോ? അപ്പൊ എല്ലാ വകുപ്പുകളിലും അഴിമതി നടക്കുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്ന അരിയും ഗോതമ്പും പരസ്യമായിട്ട് മറിച്ചു വിൽക്കുന്നു കേരളത്തിൽ. ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? സപ്ലൈകോയിൽ കരാറുകാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും വേണ്ടിയിട്ട് കോടികൾ കോഴ വാങ്ങിയിട്ട് വില വർദ്ധിപ്പിക്കുന്നു. 1 കിലോ ചെറുപയറിന്. ശ്രീ കെ സുരേന്ദ്ര, അത്തരത്തിൽ താങ്കൾ പറയുന്ന പോലെ സിവിൽ സപ്ലൈസ് വകുപ്പിലടക്കം അഴിമതി നടക്കുന്നു. പക്ഷേ സർക്കാർ ചില വകുപ്പുകൾ, ചില പാർട്ടികൾ അവരെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം അഴിമതി നടക്കുന്നു എന്ന കാര്യം ഏതാണ്ട് ഏവർക്കും ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിക്കും അറിയാം, ആഭ്യന്തരമന്ത്രിക്കും എല്ലാം അറിയാം. പക്ഷേ ചില അഴിമതികൾ അന്വേഷിക്കുക, പിടിക്കുക, കുടുക്കിയിടുക, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 46 ഫയലുകൾ സൂരജിൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. ഇത്രയും സ്വത്ത് സമ്പാദനം രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പൊതുമരാമത്ത് വകുപ്പിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി രേഖകളായിരിക്കുമല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ ഘടകകക്ഷികളെ അഴിമതി ഞങ്ങൾക്കറിയാം, നിങ്ങൾ മര്യാദയ്ക്കിരുന്നോ എന്നതിനപ്പുറം ഈ അഴിമതി അവസാനിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ഈ അന്വേഷണത്തിന് പിന്നിലുണ്ട് എന്ന് കരുതാമോ? പ്രകാശ്, ഇവിടെ ഇപ്പോ ഓപ്പറേഷൻ കുബേരയെ കുറിച്ച് പറഞ്ഞു ശ്രീ PC ജോർജ്. സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇവിടുത്തെ ചെറുകിട വട്ടിപ്പലിശക്കാരെ എല്ലാം പിടിച്ചു. ഇവിടെ ഏതെങ്കിലും ഒരു വലിയ വൻകിട ബ്ലേഡ് മാഫിയയോ ഒരു ചിട്ടി കമ്പനിയെയോ ഒരു ധനകാര്യ സ്ഥാപനത്തെയോ തൊടാൻ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടുണ്ടോ? അപ്പൊ ചെറിയ മീനുകളെല്ലാം പിടിക്കുക, എന്നിട്ട് ഞങ്ങൾ വലിയ അഴിമതി വിരുദ്ധന്മാരാണെന്ന് പറയുക. ഇവിടെ എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. VN സുധീരൻ ബാർ ഉടമകൾക്കെതിരെ പറയുക, അയാളെ ജനപക്ഷ യാത്രയ്ക്ക് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പോയി ബാർ ഉടമകളിൽ നിന്ന് പണം വാങ്ങും. ഇതെല്ലാം നടക്കുന്നത്. KM മാണിയുടെ 1 കോടി പുറത്തു വന്നു. എന്നാൽ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിക്കുമെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണമില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ 3 മാസത്തേക്കാണ്. ഇത് എന്ത് വിജിലൻസ് ആണ് കേരളത്തിൽ? അപ്പൊ ചെറുമീനുകളെ പിടിക്കുക, വലിയ ആളുകളെ സംരക്ഷിക്കുക. ഞങ്ങൾ സംശയിക്കുന്നത് ഈ സൂരജിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പിന്നിലും അത് പൊതുമരാമത്ത് വകുപ്പിലേക്കും സർക്കാർ തലത്തിലേക്കും വരുന്നതിന് മുമ്പ് കേസ് ഒതുക്കി തീർക്കാനാണ്. ഇവിടെ മുനീറിനെതിരെ അഴിമതി ആരോപണം വന്നു. എന്തായി അന്വേഷണം? ഒരു അന്വേഷണവും നടക്കുന്നില്ല. കേരളത്തിലെ ഒറ്റ വിജിലൻസ് അന്വേഷണത്തിലും ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ കേസും താമസിയാതെ അട്ടിമറിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായി ടോമിഞ്ചൻ തച്ചങ്കരിയുടെ കാര്യത്തിൽ? ടോമിഞ്ചെ തച്ചങ്കരിയെ തിരിച്ചെടുക്കാൻ എത്ര തവണയാണ് ഈ ഗവൺമെന്റ് അനധികൃതമായിട്ട് ഉത്തരവ് കൊടുത്തത്? ശ്രീ കെ സുരേന്ദ്രൻ, KM മാണിക്കെതിരെ 1 കോടി രൂപയുടെ അഴിമതി ആരോപണം. ഇപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറി 1,80,00,000 രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. രാഹുൽ ആർ നായർ അതുപോലെ തന്നെ 17 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ മന്ത്രിമാർ മുതൽ ഉദ്യോഗസ്ഥർ വരെ കൈക്കൂലിക്കാരാണ്.
പക്ഷേ എന്നിട്ടും ഈ സർക്കാരിന് കാര്യമായ പരിക്കില്ലാതെ തുടരാൻ കഴിയുന്നു. എന്തുകൊണ്ട്? അല്ല, അത് പകൽ പോലെ വ്യക്തമാണല്ലോ. ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലല്ലോ പ്രകാശേ. കേരള നിയമസഭയിൽ ഒരു 2 BJP MLA-മാരുണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ് എന്നേ പോവുമായിരുന്നു. 68 MLA-മാരുള്ള മൃഗീയ പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എല്ലാം കോംപ്രമൈസ് സമരക്കാരല്ലേ. ഞങ്ങൾ സോളാർ സമരം അവസാനിപ്പിച്ചത് ഒത്തുകളിയിലൂടെയാണെന്ന് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പോലും വിശ്വസിച്ചില്ല. ഇപ്പൊ പന്ന്യൻ രവീന്ദ്രൻ പരസ്യമായിട്ട് പറയല്ലേ. അപ്പൊ ഇവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഈ എളമരം കരീമുമായിട്ടും ഈ സൂരജിന് നല്ല ബന്ധമാണ്. എളമരം കരീം മന്ത്രിയായിരിക്കുമ്പോഴും ഈ സൂരജിന്റെ അനധികൃതമായുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. LDF-ലും UDF-ലും ബന്ധമുള്ള ആളാണ് സൂരജ്. തച്ചങ്കരിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഇവിടെ പരസ്പര സഹായ സഹകരണ സംഘമാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഈ ഉമ്മൻചാണ്ടി 6 മാസം കൊണ്ട് പോവേണ്ടതായിരുന്നില്ലേ? അത് ടൈറ്റാനിയത്തിന്റെ കാര്യത്തിലായാലും പാമോലിന്റെ കാര്യത്തിലായാലും +2-ന്റെ കാര്യത്തിലായാലും സോളാറിന്റെ കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ബാറക്കോഴയുടെ കാര്യത്തിലായാലും ഈ ഗവൺമെന്റ് താഴെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്നതല്ലേ ഇടതുപക്ഷം. അപ്പൊ ദുർബലമായ ഒരു പ്രതിപക്ഷം, ഒത്തുകളിക്കുന്ന ഒരു പ്രതിപക്ഷം ഉള്ളതാണ് കേരളത്തിന്റെ ശാപം. അതൊന്ന് അനുഭവിച്ച് തീർക്കല്ലാതെ വേറെ വഴിയില്ല. മന്ത്രിമാർ അനധികൃത സ്വത്ത് സമ്പാദിക്കുന്നു, അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. ഒപ്പം ആ അവസരം മുതലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമുതലിൽ കൈയിട്ട് വരുന്നു. വളരെ നന്ദി ശ്രീ KNA ഖാദർ, ശ്രീ PC ജോർജ്, ശ്രീ K സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.